കൊച്ചി നഗരത്തെ ആശങ്കയിലാക്കിയ തീപിടുത്തം 3 മണിക്കൂറിന് ശേഷം നിയന്ത്രണ വിധേയമാക്കി. സൗത്ത് പാലത്തിന് സമീപം ആക്രിക്കടയിലാണ് പുലർച്ചെ 2:30 തീപിടുത്തമുണ്ടായത്. സമീപത്തെ ഇലക്ട്രിക് പോസ്റ്റിലെ തീപ്പൊരിയിൽ നിന്നാണ് തീ പടർന്നത് എന്ന് ജീവനക്കാരൻ. ഈ വയർ രാത്രി സ്പാർക്ക് ചെയ്യുന്ന ഞങ്ങൾ കണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണഗതിക്ക് പോസ്റ്റിലൊക്കെ സ്പാർക്ക് ഉണ്ടാവുമല്ലോ, മഴയൊക്കെ പെയ്യുമല്ലേ, അപ്പോൾ അതാണെന്നൊരു ധാരണ ഇരുന്നത്. പക്ഷേ സംഗതി അതല്ലായിരുന്നു. ഇത് കത്തി ഉരുകി പ്ലാസ്റ്റിക് ഷീറ്റിൻ്റെ മേളിൽ വീണ് അവിടെ നിന്ന് കത്തി കയറിയായിരുന്നു. അങ്ങനെയാണല്ലേ നേരം എടുത്തപ്പോഴത് മനസ്സിലാവുന്നത്. നമ്മൾ ഈ വയർ അത്തരം ഭാഗം മാത്രം കത്തിയിട്ടുണ്ട്, ബാക്കി വയർ കേൾക്കുന്നുണ്ടല്ലേ. കത്തി പിടിച്ചേക്ക് ഇത് മൊത്തം പോകണ്ടേ, ഇത് ഈ കത്തിലല്ലേ വേണം, അത്തരം ഭാഗം മാത്രമേ ആ വയർ പോയിട്ടുള്ളൂ. ഈ വയറിൽ നിന്നുണ്ടായ സ്പാർക്ക് അങ്ങോട്ടേക്ക് പോയി ഷീറ്റിൽ വീണ് കത്തി പിടിച്ചത്. അവിടെ കത്തി പിടിച്ചത് അവിടെയാണ്. സ്പാർക്ക് അവിടെ തന്നെ ഇരുന്ന് അവിടെ തന്നെയാണ് കത്തി കയറിയേക്കുന്നത്. കാരണം വയറിന് ബാക്കി ഭാഗം അവിടെ പൊട്ടിക്കിടപ്പുണ്ട്. തീപിടുത്തത്തിന് മുൻപ് എന്തോ പൊട്ടിത്തെറിക്കുന്ന ശബ്ദം കേട്ടതായി കടയുടമയുടെ മാതാവ് സരസ്വതി പറഞ്ഞു. വെളുപ്പിന് 2 മണിയായി, മകനും ഉറങ്ങിയിട്ടില്ല. അങ്ങനെ ഉറങ്ങണില്ലെന്ന് ചോദിച്ചപ്പം ഇതായി. ഞാൻ തിരിച്ചു വന്ന് കിടന്നു കഴിഞ്ഞിട്ട് 5 മിനിറ്റ് ആയില്ല, അപ്പോൾ കണ്ടുപോയി ഉടനെ മകൻ വന്നു. മകന് അമ്മ ഇതേ തീ പിടിക്കണു വാന്നും പറഞ്ഞ് കൊണ്ടുപോയി ആ സൊസൈറ്റിയുടെ അവിടെ കൊണ്ട് ഇരുത്തി. അതുകൊണ്ട് കത്തി പടന്നു കഴിഞ്ഞു. തീപിടുത്തമുണ്ടായ ആക്രിക്കടയ്ക്ക് ഫയർ NOC ഇല്ലെന്ന വാർത്ത കടയുടമ നിഷേധിച്ചു. എല്ലാ അനുമതിയും വാങ്ങിയിട്ടുണ്ട് എന്ന് കടയുടമ ജി രാജു 24 പറഞ്ഞു. അവർ പറഞ്ഞോട്ടെ, എനിക്കെന്താ അവരോട് എൻ്റെ അടുത്ത് എല്ലാ സാധനമുണ്ട്. കാരണം ഞാൻ 20 കുറ്റിയേലും ഇവിടെ ഉണ്ട്, കാണിച്ചു പോയത്. ഞാൻ ഇപ്പോൾ വേണം കാണിച്ചാൽ ഞാൻ ഇപ്പോൾ ഫില്ല് ചെയ്തിട്ട് കൂടി 2 മാസമായിട്ടില്ല. പിന്നെ കത്ത് പിടിച്ച് ഇപ്പോൾ ഞാനിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുക? പുറയുന്ന കത്ത് പിടിച്ച് എൻ്റെ കടയിലെ കത്ത് പിടിച്ചാണ്, ബേക്കോഴ്സിൽ നിന്ന് കത്ത് പിടിച്ച് വന്നേക്കുന്നത്. അതാണ് പറയുന്നത്. അവിടെ എന്താണ് സൗണ്ട് കേൾക്കുന്ന അവർ പറയണ്ടേ, ഏറ്റവും പറമ്പിന്ന് എന്താണ് സൗണ്ട് കേട്ടെന്ന് പറഞ്ഞ് വയറ് മേളിൽ കൂടെ പോയിട്ടുണ്ട്. അത് പൊട്ടിയാണോ ഒന്നും പറയാൻ പറ്റില്ല. തീപിടുത്തത്തെ തുടർന്ന് 2.5 മണിക്കൂറോളം നിർത്തിവെച്ച ട്രെയിൻ ഗതാഗതവും പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. വിശദാംശങ്ങളുമായി ഇപ്പോൾ എസ് ശ്യാംകുമാറും വിഷ്ണു സുരേഷും ചേരുന്നുണ്ട്. ശ്യാം, നിലവിൽ തീ നിയന്ത്രണ വിധേയമാണല്ലോ, എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ ശ്യാംകുമാർ? ഉന്മേഷെ, കൊച്ചി നഗരത്തെ തന്നെ കണ്ട ഏറ്റവും വലിയ തീപിടുത്തങ്ങളിലൊന്ന് നിയന്ത്രണ വിധേയമായിരിക്കുന്നു. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. പുലർച്ചെ 2:30-3 മണിക്ക് നമ്മളിവിടെ എത്തുമ്പോൾ കണ്ട ഒരു സ്ഥിതിയല്ല. പുക അല്പം ഉയരുന്നുണ്ട് എങ്കിലും തീ പൂർണ്ണമായും കെടുത്തിയിരിക്കുന്നു. ആ പുക നിയന്ത്രിക്കുന്നതിന് വേണ്ടി മറുവശത്ത് നിന്ന് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പരിശ്രമിക്കുന്നുമുണ്ട്. ഏതായാലും പൂർണ്ണമായും ഈ കെട്ടിടം സൂക്ഷിച്ചിരുന്ന ആക്രിസാധനങ്ങൾ കത്തി നശിച്ചിരിക്കുന്നു. ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇവിടെ സൂക്ഷിച്ചിരുന്ന പത്രപേപ്പറുകളാണ് കത്തിക്കിടക്കുന്നത്, പത്രക്കെട്ടുകളാണ് കത്തിക്കിടക്കുന്നത്. ഇതിനകത്തേക്ക് പ്ലാസ്റ്റിക്കും കുപ്പികളും ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ഏതായാലും 3-3.5 മണിക്കൂർ നീണ്ട വലിയ ഒരു പരിശ്രമത്തിലൂടെ ഫയർഫോഴ്സ് തീ നിയന്ത്രണ വിധേയമാക്കിയിരിക്കുന്നു. ഈ കെട്ടിടത്തിന്റെ ഒരു ഭാഗം പൊളിച്ചാണ് ഫയർഫോഴ്സ് ഏറ്റവും അവസാനം ഈ തീ നിയന്ത്രിക്കാനുള്ള ജോലികൾ നടത്തിയിരുന്നത്. ഏതായാലും ഉദ്യോഗസ്ഥർ ഇപ്പോൾ വന്ന 15 ഫയർ യൂണിറ്റുകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരിൽ ഭൂരിഭാഗവും ഇപ്പോൾ മടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ ഈ ഒരു വശത്ത് ഉയരുന്ന പുക നിയന്ത്രിക്കുന്നതിനുള്ള പരിശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി എങ്ങനെ തീപിടുത്തം ഉണ്ടായി എന്നതിനെക്കുറിച്ചുള്ള അന്വേഷണം ആരംഭിക്കും. അല്പസമയം മുമ്പ് പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചപ്പോൾ ചില സംശയങ്ങൾ അവരും പറയുന്നുണ്ട്. ഏതായാലും അതുമായി ബന്ധപ്പെട്ട് അന്വേഷണങ്ങൾ നടത്തും. നേരത്തെ കടയുടമ പറഞ്ഞതുപോലെ ചില സംശയങ്ങളുണ്ടെന്ന് പറഞ്ഞു. പിന്നീട് ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന്റെ കാരണമെന്ന് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ നടക്കും. ഏതായാലും വലിയ ആശങ്ക ഉയർത്തിയ പുലർച്ചെ 2:30 ആരംഭിച്ച ആ തീപിടുത്തം 3 മണിക്കൂറിന് ശേഷം നിയന്ത്രണ വിധേയമാക്കിയിരിക്കുന്നു. ഇനി പുക നിയന്ത്രിക്കുന്നതിനുള്ള നടപടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഉന്മേഷ്, വിഷ്ണു സുരേഷ് കൂടി ചേരുന്നുണ്ട്. വിഷ്ണു, നേരത്തെയും NOCയുടെ കാര്യത്തിൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനൊന്ന് പറയുന്നു, സ്ഥാപന ഉടമ അത് തള്ളുകയും ചെയ്യുന്നുണ്ട്. ഇക്കാര്യത്തിൽ ഒരു വ്യക്തതയായിട്ടുണ്ടോ വിഷ്ണു? ഉന്മേഷ, 1 മണിക്കൂറിൽ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ വ്യക്തത വരും. 1 മണിക്കൂറിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കും എന്നാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കിയത്. NOC ഉണ്ടോ ഇല്ലയോ എന്നുള്ള ആ റിപ്പോർട്ടിൽ വ്യക്തമായി അറിയാൻ സാധിക്കും. ഒപ്പം പോലീസും ഫയർ ആക്ട് പ്രകാരം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേസെടുക്കും. നിലവിൽ നമ്മൾ ഉള്ളത് ഈ തീപിടുത്തം ഉണ്ടായ കെട്ടിടത്തിന് അകത്താണ്. അകത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. അതായത് ഇതിൻ്റെ ഒരു വശം പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട്. മറ്റൊരു വശത്തേക്ക് തീ പടരുന്നതിന് മുൻപ് ഫയർഫോഴ്സിനും പോലീസിനുമെല്ലാം ഇടപെടാൻ സാധിച്ചതാണ് ഈ തീപിടുത്തത്തിൻ്റെ വ്യാപ്തി കുറച്ചത്. ഇത് ഈ പാലത്തിനോട് ചേർന്ന് നിൽക്കുന്ന വശത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ഇങ്ങോട്ടേക്ക് തീ എത്തിയിട്ടില്ല. ഇതിന് തൊട്ടപ്പുറത്ത് വരെ തീ എത്തുകയും അവിടെ വെച്ച് ഫയർഫോഴ്സ് ഫയർ കട്ട് ചെയ്യുകയും ചെയ്തു. പക്ഷേ ഈ കെട്ടിടം ഇതിനോടകം തന്നെ പൊളിഞ്ഞ അവസ്ഥയിലാണ്. ആ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ കെട്ടിടത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും പൊളിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഫയർഫോഴ്സ് ഒരുപക്ഷെ ഈ കെട്ടിടം പൂർണ്ണമായും പൊളിച്ചു നീക്കണം. ഏതൊരു ഷീറ്റ് കൊണ്ട് അടിച്ച അലൂമിനിയം പൈപ്പുകളിൽ നിൽക്കുന്ന ഒരു കെട്ടിടമാണ്. അതുകൊണ്ട് ഈ കെട്ടിടം എത്രയും പെട്ടെന്ന് പൊളിച്ചു മാറ്റണം എന്നൊരു നിർദ്ദേശം ഫയർഫോഴ്സിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും. ചില മരങ്ങൾ ഇവിടെ ഉണ്ട്. ആ മരങ്ങളും നിലംപതിക്കാറായി നിൽക്കുകയാണ്.
റെയിൽവേ ക്രോസിന് അടുത്തായത് തന്നെ ആ മരങ്ങൾ ഒരുപക്ഷെ റെയിൽവേ ക്രോസിലേക്ക് വീഴാനുള്ള സാധ്യത കണക്കിലെടുത്ത് മരങ്ങൾ മുറിച്ചു മാറ്റണമെന്ന ഒരു നിർദ്ദേശവും ഫയർഫോഴ്സ് മുന്നോട്ട് വെക്കുന്നുണ്ട്. 1 മണിക്കൂറിനുള്ളിൽ തന്നെ ഈ റിപ്പോർട്ട് ഫയർഫോഴ്സ് നൽകും. അതിലാണ് ആർക്കാണ് തെറ്റുപറ്റിയതെന്നുള്ള കാര്യത്തിലൊരു വ്യക്തത വരികയുള്ളൂ. കേബിളുകളിൽ നിന്ന് തീ പിടിച്ചു എന്നാണ് ജീവനക്കാരൻ പറയുന്നത്. അതും ഫയർഫോഴ്സ് വിശദമായി തന്നെ പരിശോധിക്കുന്നുണ്ട്. ഉന്മേഷ്. വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്.